എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, നടുവട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും ദേവകുമാർ എന്ന് പറയുന്ന ഒരു കുടുംബാംഗം ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുമായി വന്നിട്ടുള്ളത്. ചോദ്യം ഇതാണ്: അവർക്കൊരു പെൺകുട്ടിയുണ്ട്. ആ മകൾക്ക് ഇപ്പോൾ 8-ാം മാസം ഗർഭിണിയാണ്. അപ്പോൾ അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ പാടുണ്ടോ, വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ മാത്രമല്ല, അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്കും വിളക്ക് കൊളുത്താൻ പാടുണ്ടോ, വീട്ടുകാർക്കും ക്ഷേത്രത്തിൽ പോകാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള സംശയം ഉണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളോട് പണ്ടുകാലങ്ങളിലെ നമ്മുടെ മുത്തശ്ശന്മാരും ഒക്കെ പറയുന്നൊരു കാര്യമാണ്, 6 മാസം കഴിഞ്ഞാൽ തന്നെ, 8 മാസം എന്നല്ല, 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ ഈ പെൺകുട്ടി, ഗർഭിണിയായ പെൺകുട്ടി ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്ന് പറയുന്നു. എന്നാൽ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നുള്ളതല്ല കേട്ടോ. ഇത്തരത്തിലുള്ള സംശയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ യാഥാർത്ഥ്യം കൃത്യമായി മനസ്സിലാക്കണം. ക്ഷേത്രത്തിലേക്ക് എന്നല്ല, ഈ പെൺകുട്ടി 7 മാസം കഴിഞ്ഞാൽ വീടിന് വെളിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തേ അങ്ങനെ പോയാൽ? എല്ലാത്തിൻ്റെ യുക്തിക്ക് നിരക്കുന്നതാണെങ്കിൽ മാത്രമേ നമ്മൾ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ തള്ളിക്കളയണം. ഏത് കാര്യമായാലും തള്ളിക്കളയാം. നമ്മൾക്ക് പറ്റാത്തതാണ്, നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല, മാനസികമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം ആര് പറഞ്ഞാലും കേൾക്കണ്ട, ഞാൻ പറഞ്ഞാലും കേൾക്കാൻ പാടില്ല. ഇവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ താമസിക്കുക. ഭർത്താവിൻ്റെ വീടാണല്ലോ പെൺകുട്ടിയുടെ വീട്. അപ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആ പെൺകുട്ടി 6 മാസം ഗർഭം പൂർത്തിയായി കഴിഞ്ഞ് 7-ാം മാസത്തിലേക്ക് എത്തുന്ന അവസരത്തിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും കാരണവന്മാരും സഹോദരങ്ങളെല്ലാം കൂടി വന്നിട്ട് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ചടങ്ങുണ്ട്. എവിടെ? പ്രസവം അമ്മയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നടത്തണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ട്. എന്തിനാ? സ്വന്തം അമ്മയോടും സ്വന്തം സഹോദരങ്ങളോടും സ്വന്തം അച്ഛനോടും മുത്തശ്ശിയോടും മുത്തശ്ശനോടും വാശി പിടിക്കുകയോ അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളും പറയാൻ പറ്റും, ആ ധൈര്യമുണ്ട്. അതേപോലെ ചിലപ്പം ഭർത്താവിൻ്റെ വീട്ടിൽ അവർക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നില്ല. യഥാവിധി ഈ പെൺകുട്ടിക്ക് ഈ 6 മാസം കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശുവിന് കണ്ണും ചെവിയും എല്ലാ അവയവങ്ങളും വരുന്ന സമയമാണ്, വളരുന്ന സമയമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവയവങ്ങൾ വളർന്നു വരുന്ന അവസരത്തിൽ ചുറ്റുമുള്ള, കാരണം തൻ്റെ ഈ പെൺകുട്ടി താമസിക്കുന്നതിന് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ വയറ്റിലുള്ള കുട്ടി മനസ്സിലാക്കുകയും അത് അതേപടി പകർത്തുകയും ചെയ്യും. യഥാവധി ഈ ഒരു അവസരത്തിൽ ഈ കുട്ടി കേൾക്കേണ്ടത് ശ്രേഷ്ഠമായ കാര്യങ്ങൾ മാത്രമാണ് കേൾക്കേണ്ടത്. ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്ന് പറയുന്ന അവസരത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ്? ഈ അവസരത്തിൽ സത്കഥകളും പുണ്യപുരാണ കഥകളും സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളും ഒക്കെയാണ് കേൾക്കേണ്ടത്. അങ്ങനെ കേൾക്കുന്ന അവസരത്തിലാണ് ഈ വയറ്റിലുള്ള കുട്ടി അത് കേട്ട് വളരും. കാരണം വെച്ചാൽ നമുക്കറിയാം, പുരാണത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സഹോദരിയായ സുഭദ്രയ്ക്ക് വേണ്ടി ഉപദേശം കൊടുക്കുന്നുണ്ട്. ആയുധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലത്താണ് ചക്രവ്യൂഹം എന്ന് പറയുന്ന ആ വ്യൂഹത്തിലേക്ക് ശത്രുക്കൾ നമ്മൾക്ക് ചുറ്റും അങ്ങനെ ഒരു ചക്രവ്യൂഹം ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനുള്ളിലേക്ക് കടക്കേണ്ടത്, അതിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വിവരിച്ചു കൊടുക്കുന്ന അവസരത്തിൽ സുഭദ്ര അല്പം ഒന്ന് വഴങ്ങിപ്പോയി. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നത് യഥാവിധി മറ്റൊരാൾ കേട്ടുകൊണ്ട് മൂളുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ആരാണെന്നറിയോ? സുഭദ്രയുടെ ഗർഭപാത്രത്തിലുള്ള അഭിമന്യു. അപ്പോൾ ചക്രവ്യൂഹത്തിനുള്ളിലേക്ക് കടക്കേണ്ട കാര്യം പറയുന്ന സമയത്താണ് അതെല്ലാം ഇദ്ദേഹം കേട്ടു. ഈ അഭിമന്യു വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ഭഗവാൻ മനസ്സിലായി, കാരണം അഭിമന്യുവിന് നിശ്ചിത പ്രായം വരെ ഈ ഭൂമിയിൽ വസിക്കാനുള്ളൂ, കാരണം മുൻ ജന്മത്തിലെ ശാപം നിമിത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കർമ്മം പൂർത്തിയാക്കിയിട്ട് 18 വയസ്സാകുമ്പോൾ ഇവിടുന്ന് പോകേണ്ടവനാണ്. അപ്പോൾ അവൻ ഈ ചക്രവ്യൂഹത്തിൽ കടന്ന് അവിടെയാണ് കൊല്ലപ്പെടേണ്ടത്. അത് ഭഗവാന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, പിന്നീട് ഞാനത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൻ്റെ പൊരുളെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വയറ്റിലുള്ള കുട്ടിക്ക് ഈ ഒരു അവസരത്തിൽ ചുറ്റുമുള്ള എല്ലാ സംഭവ വികാസങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ എന്താ സംഭവിക്കുന്നറിയോ? ചുറ്റുമുള്ള എന്തെങ്കിലും കണ്ട് നമ്മുടെ ഈ കുട്ടിയുടെ അമ്മ അല്ലെങ്കിൽ ഗർഭിണിയായ പെൺകുട്ടി പേടിച്ചു പോയാൽ ആ പേടി അതേപടി വയറ്റിലുള്ള കുട്ടിയെ ബാധിക്കും. ചുറ്റുമുള്ള ആ അന്തരീക്ഷത്തിൽ നിന്നും ആരെങ്കിലും തെറിവാക്ക് പറയുകയോ അല്ലെങ്കിൽ ഭയാനകമായ ശബ്ദത്തിൽ പറയുകയോ അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് മാനസിക വിഷമം ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വിഷമവും ആ ഭയവും എല്ലാം തന്നെ ഈ ഗർഭസ്ഥ ശിശുവിനെ ബാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതാണ് യാഥാർത്ഥ്യം.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ശ്രേഷ്ഠമായൊരു ആചാരം കൂടി ഇട്ടോ ഈ ഒരു അവസരത്തിൽ. 6 കഴിഞ്ഞ് 7-ാം മാസത്തിൽ എത്തുന്ന അവസരത്തിലാണ് നമ്മുടെ ബന്ധുമിത്രാദികൾ, ഈ പെൺകുട്ടിയുടെ ബന്ധുമിത്രാദികൾ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നാവട്ടെ, ഭാര്യയുടെ വീട്ടിൽ നിന്നാവട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നൊക്കെ ആയിട്ടുള്ള ബന്ധുമിത്രാദികൾ മധുര പലഹാരങ്ങളുമായിട്ട് ഈ പെൺകുട്ടിയുടെ അരികിലേക്ക് വരും. എന്തിനാ? അവിടെ വന്നിട്ട് സീരിയലിലെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുറവുകളോ പരദൂഷണമോ പറയാനല്ല. കാരണം ഈ പെൺകുട്ടിക്ക് മധുരമുള്ള വസ്തുക്കൾ കൊടുത്തിട്ട് മധുരമുള്ള സംഭാഷണങ്ങൾ പറഞ്ഞ് ആ കുട്ടിയെ രസിപ്പിക്കണം, സന്തോഷിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ബന്ധുജനങ്ങൾ ഇങ്ങനെ വരുന്നത്. 6 കഴിഞ്ഞ് 7-ാം മാസത്തിൽ എത്തുമ്പോഴാണ് ഇങ്ങനെ വരിക. എന്നുവെച്ചാൽ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട്, വയറ്റിലുള്ള കുട്ടി കേൾക്കാൻ വേണ്ടി ഇതെല്ലാം പറയുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യും? ശ്രേഷ്ഠമായ പുണ്യപുരാണ കഥകൾ മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് ഈ സമയത്ത് പറഞ്ഞു കൊടുക്കണം. സത്കഥകൾ, ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, ജീവിതത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി തീരാൻ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സമയത്ത് ഗർഭിണിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ മധുര പലഹാരങ്ങൾ കൊടുത്തിട്ടാണ് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ വാക്കുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആ ഒരു ആചാരം തന്നെ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ആചാരപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്ന ആ പെൺകുട്ടി ഈ ഒരു അവസരത്തിൽ വെളിയിലേക്ക് പോകാൻ നിൽക്കട്ടെ, 7-ാം മാസം കഴിഞ്ഞ് വെളിയിലേക്ക് പോകുന്ന അവസരത്തിൽ പെട്ടെന്ന് എന്തെങ്കിലും കണ്ട് പേടിച്ചു നിന്നിരിക്കട്ടെ. പേടിച്ചു കഴിഞ്ഞാൽ ഈ വയറ്റിലുള്ള കുട്ടി പിന്നീട് ചിലപ്പോൾ മൂകയായിരിക്കും. ഭയന്ന് ഞെട്ടിപ്പോയി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അത് ബാധിക്കും. ചിലപ്പോൾ സംസാരിക്കാൻ കഴിയാത്ത കുട്ടികളാണ്, കണ്ണ് കാണാത്ത കുട്ടികളാണ്, ചെവി കേൾക്കാൻ പറ്റാത്ത കുട്ടികളാണ്, പല വൈകല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയില്ലേ. അതൊക്കെ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് പറ്റുന്ന വീഴ്ചയാണ് ഈ കുട്ടിയെ ബാധിച്ചിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് ഓർക്കണം. അപ്പോൾ ഈ ഗർഭിണികളായ ആൾക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും വീടിന് വെളിയിൽ പോകാൻ പാടില്ല. 7 മാസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതല്ലാതെ മറ്റുള്ള ചടങ്ങുകളിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പോകാൻ പാടില്ല. നമ്മുടെ ആചാരത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അവസരത്തിൽ വീട് പണി നടത്താൻ പാടില്ല, വീടിൻ്റെ നിർമ്മാണം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? വീടിൻ്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ പിന്നെ ആഹാരം കൊണ്ട് കൊടുക്കാനോ അല്ല മറ്റെന്തെങ്കിലും സാധനത്തിനോ ആയിട്ട് ഈ പെൺകുട്ടി പോകാനും വരാനും ഇടവരും. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വീടിൻ്റെ എന്തെങ്കിലും ചിലപ്പോൾ ഇടിഞ്ഞ് വീഴുന്നതോ അല്ലെങ്കിൽ ഒരാൾ അപകടത്തിൽപ്പെടുന്നതോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹസികമായ കാര്യങ്ങൾ കാണുകയോ ചെയ്താൽ അത് ഈ കുട്ടിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ മരം മുറിക്കാൻ പാടില്ല എന്ന് പറയും. കാരണം ഈ മരം മുറിക്കുന്ന സമയത്ത് പെട്ടെന്ന് എവിടെയും തെറ്റിയിട്ട് അപകടം പറ്റിയാൽ അത് ഈ കുട്ടി കാണാനിട വരും. അങ്ങനെ ഒരു തരത്തിലുള്ള സാഹസികമായിട്ടോ അപകടകരമായിട്ടോ ഒരു കാര്യവും ഈ പെൺകുട്ടി കാണാൻ പാടില്ല. പെൺകുട്ടി എപ്പോഴും സന്തോഷവതിയായിട്ട് അവളുടെ വീട്ടിലിരിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഈ പെൺകുട്ടി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നിരിക്കട്ടെ. ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടുവന്നിരിക്കട്ടെ. എന്താ അവസ്ഥ? ഒരു വഴക്ക് കണ്ടു, ഒരു അടി കണ്ടു, ഒരു കൊലപാതകം കണ്ടു, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ മറ്റാരെങ്കിലും ആക്രമിക്കുന്നത് കണ്ടു. ഇതെല്ലാം ആ കുട്ടിയുടെ മനസ്സിനെ ശക്തമായ രീതിയിൽ സ്വാധീനിക്കും. അതുകൊണ്ടാണ് അവർ വെളിയിലേക്കേ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്, അല്ലാണ്ട് ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നല്ല പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊക്കെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് ഒരുപാട് ആചാരങ്ങൾ ചെയ്യുന്നത്. യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആചാരം ചെയ്യാൻ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഗർഭിണികൾക്ക് എന്തൊക്കെയാണ് ആ അവസരത്തിൽ ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായി ബോധം വന്നു. അപ്പോൾ ഈ അവസരത്തിൽ ഈ പെൺകുട്ടിക്ക് യാതൊരു തരത്തിലുള്ള, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ തീരെ പോകാൻ പാടില്ല പറയും. രാത്രി കാലങ്ങളിൽ അത് പെട്ടെന്ന് പേടിച്ചു പോകുക. അങ്ങനെ പേടിച്ചു പോയാലും ഈ കുട്ടിക്ക് ഗർഭസ്ഥ ശിശുവിനെ അത് വളരെയേറെ ബാധിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ കുട്ടിക്ക് എന്നാ വേണ്ടുന്നറിയാൻ അവസരത്തിൽ ഈ ഗർഭിണിയായിരിക്കുന്ന വീട്ടിലെ ആ അവസരത്തിൽ രാവിലെ ആയാലും മറ്റുള്ള സമയത്തൊക്കെ ശബ്ദം താഴ്ത്തിയിട്ട് പ്രഭാതത്തിലേക്ക്, അല്ലെങ്കിൽ ഈ സ്ത്രീ ഗർഭിണി ഉറങ്ങുന്ന അവസരത്തിൽ ചെറിയ ശബ്ദത്തിൽ പുണ്യകീർത്തനങ്ങൾ, നാമജപങ്ങൾ, അല്ലെങ്കിൽ ഗായത്രി മന്ത്രം, മറ്റുള്ള കാര്യങ്ങളെല്ലാം വെച്ച് കേൾപ്പിച്ചു കൊടുക്കൂ. അല്ലെങ്കിൽ നല്ല നല്ല കീർത്തനങ്ങൾ കേൾപ്പിച്ചു കൊടുക്കൂ, നല്ല നല്ല മന്ത്രങ്ങൾ കേൾപ്പിച്ചു കൊടുക്കൂ, നല്ല നല്ല കഥകൾ ഈ ഓഡിയോ ആയിട്ട് ചെറിയ ശബ്ദത്തിൽ അങ്ങോട്ട് കേൾപ്പിച്ചു കൊടുക്കൂ. ഇതെല്ലാം ഈ ഗർഭസ്ഥ ശിശുവാണ് കേട്ട് പഠിക്കുക. നമ്മൾ പറയാറില്ലേ, ചില കുട്ടികൾ 2 വയസ്സേ ആയിട്ടുള്ളൂ എത്ര ഭംഗിയായിട്ടാണ് നാരായണീയം ചൊല്ലുന്നത്. എവിടുന്നാണ് പഠിച്ചത്? ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന സമയത്താണ് ഇത് പഠിച്ചിരിക്കുന്നത്. ആ അമ്മ കേൾക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തായിരിക്കും. അത് ഈ കുട്ടി ചിലപ്പം കൃത്യമായി പഠിച്ചു. ഈ വയറ്റിലുള്ള ശിശുവിന് മറ്റു ലോകവുമായിട്ടൊന്നും ബന്ധമില്ല, ഈ ശബ്ദം മാത്രമാണ് അറിയുന്നത്. അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കും. ഈ ഗർഭസ്ഥ ശിശു ഗർഭപാത്രത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണുന്നു, പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നു, പല കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവർക്ക് എല്ലാം ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. ഇതാകുമ്പോഴോ ആ ചെറിയ ഒരു കാര്യം മാത്രമല്ല, അത് അതേപടി നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനി ഇവിടെ രണ്ടാമത് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ളതാണ്.
അപ്പോൾ അതിന് മുന്നോടി ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഗർഭിണിക്ക് പോകാൻ പാടില്ല എന്നല്ല, അപ്പോൾ വീട്ടുകാർക്ക് പോയിക്കൂടെ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അല്ലേ. ഈ പറയുന്ന ദേവകുമാർ എന്ന് പറഞ്ഞ ആൾ ചോദിച്ചത് എൻ്റെ മകൾക്കാണ് അങ്ങനെയുള്ളത്, അപ്പോൾ എനിക്ക് പോകാൻ പാടുണ്ടോ എന്നുകൂടി ചോദ്യം കൂടി ഉണ്ട്. എനിക്ക് പുറത്തേക്ക് പോകാൻ പാടുണ്ടോ? എന്നാൽ എന്തുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറയുന്നു? പോകാൻ പാടില്ല എന്നാണ് ഞാനും പറയുക. എന്തുകൊണ്ട് പാടില്ല? ഈ 7 മാസം കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾക്ക് ഏത് നിമിഷവും പ്രസവം സംഭവിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല ഇന്നലെ 7-ാം മാസം തന്നെ 8-ാം മാസം 7-ാം മാസം ഒക്കെ തന്നെ പ്രസവിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീട്ടിൽ എപ്പോഴും ആൾക്കാരുണ്ടാവണം. കാരണം ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വാഹനം എത്തിക്കാനും ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള സൗകര്യത്തിന് ആൾക്കാരുണ്ടാവണം. അത് പണ്ട് കാലങ്ങളിൽ ചുമന്നാണ് കൊണ്ടുപോവുക, റോഡുകൾ കുറവാണ്, അതുപോലെ തന്നെ വാഹനങ്ങൾ കുറവാണ്. അപ്പോൾ വീട്ടിലുള്ള ആരും വെളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയും. കാരണം എന്താ, ഈ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇന്നത്തെ കാലത്ത് വീട്ടിൽ വാഹനം ഉണ്ടാവും, പക്ഷെ ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ റോഡും വാഹനവും ഒക്കെ ഉണ്ടായാലും ആളില്ലാണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ വീട്ടുകാർ എപ്പോഴും വീട്ടിൽ, ഈ ഗർഭിണിയുള്ള വീട്ടിൽ എപ്പോഴും ഒരാൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ ഗർഭിണിയുടെ മുന്നിൽ എത്തിയിട്ട് വിവരിക്കാനും പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗർഭിണി ആയിരിക്കുന്ന, കാരണം വെച്ചാൽ അവരിപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഗർഭിണി തന്നെ പോകുന്നിരിക്കട്ടെ, അങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇത് സംഭവിച്ചു പോയി എന്തായിരിക്കും? കാരണം ഏത് നിമിഷം ഗർഭിണിക്ക് ഗർഭം സംഭവിക്കാം, അല്ലെങ്കിൽ പ്രസവം സംഭവിക്കാം. ഗർഭം സംഭവിക്കാന്നല്ല, പ്രസവം സംഭവിക്കാം. നമുക്ക് കാണാൻ പറ്റും, ഇപ്പോൾ സമീപത്ത് ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി പ്രസവിച്ചു. കാരണം ആ ഗർഭിണീൻ്റെ ലക്ഷണം പോലും ഉണ്ടായിട്ടില്ല. കാരണം പ്രസവത്തിൻ്റെ ലക്ഷണം പോലും കാണാണ്ട് നിൽക്കുമ്പോൾ തന്നെ ആ പെൺകുട്ടി പ്രസവിച്ചു. അതൊക്കെയാണ് ചില അവസരം, നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഏതവസരത്തിലും 7 മാസം കഴിഞ്ഞാൽ ഏതവസരത്തിലും പ്രസവം ഉണ്ടാകും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യമായി മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള സുരക്ഷയൊരുക്കിയിട്ട് നിൽക്കേണ്ടതാണ് വീട്ടുകാർ എന്നർത്ഥം. ഇനിയാണ് ഞാൻ രണ്ടാമത് പറഞ്ഞാലും വീട്ടിൽ നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നുള്ളത്. ഇവിടെ ചോദിച്ചത് പെൺകുട്ടിക്ക് നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്ന് മാത്രമല്ല, ഈ പറയുന്ന വീട്ടുകാർക്ക് നിലവിളക്ക് കൊളുത്താൻ പാടുണ്ടോ എന്നാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഈ നിലവിളക്ക് എന്ന് പറയുന്നത് എല്ലാ അവസരത്തിലും വിളക്ക് കൊളുത്താം കേട്ടോ. മരിച്ച വീടാണോ, പൊലയുള്ള വീടാണോ, വാലായ്മയുള്ള വീടാണോ, ഇതൊന്നും നിലവിളക്കിന് ബാധകയല്ല. ഇതൊന്നും ബാധകയല്ല. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് 3-4 വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഉറപ്പിച്ച് പറയാം, നമ്മുടെ വീട്ടിലൊരു ഗർഭിണി ഉണ്ടെങ്കിൽ 100% നമ്മൾ അവിടെ വീട്ടിൽ വിളക്ക് കൊളുത്തണം. എന്നാൽ ഗർഭിണി വിളക്ക് കൊളുത്താതിരിക്കുന്നതാണ് നല്ലത്. അതെന്താണ് അങ്ങനെ ചിന്തിക്കല്ലേ? കാരണം ഏതെങ്കിലും അവസരത്തിൽ, കാരണം അവർക്ക് വലിയ വയറുണ്ടാകും, പിന്നെ നടത്തും ഇതൊക്കെ വളരെ സ്ലോയിലായിരിക്കും, വേദനയൊക്കെ ചില സമയത്ത് ഉണ്ടാകും, ശാരീരികമായിട്ട് വിഷമമുണ്ടാകും. ഈ അവസരത്തിൽ അവർ നിലവിളക്ക് കൊളുത്തുന്ന അവസരത്തിൽ ചിലപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും കാരണവശാൽ തീപ്പെട്ടിയിൽ നിന്നും ഈ തീ കൊളുത്തുന്ന അവസരത്തിൽ അത് അഗ്നി പടരാനോ മറ്റൊന്നും വന്നു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആകെ പേടിച്ച് ഞെട്ടി വിറക്കുകയും അതുപോലെ തന്നെ ഇവർക്ക്, ഈ പെൺകുട്ടിക്ക് അപകടം സംഭവിക്കുകയും ചെയ്യും. അത് ഗർഭസ്ഥ ശിശുവിനെ പോലും ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഈ അവസരത്തിൽ വിളക്ക് കൊളുത്താൻ പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ ഈ പറയുന്ന നെഞ്ചിന് താഴെയായിട്ടുള്ള, നെഞ്ചിൻ്റെ ഉയരം വേണ്ട, അതിനേക്കാൾ കുറച്ചും കൂടി താഴെയായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ ആ രീതിയിലാണ് വിളക്ക് കൊളുത്തുന്നത്. വലിയ അപകടമൊന്നും വരാനില്ല, സുരക്ഷിതമായിട്ടുള്ളതാണെന്ന് കൊളുത്തുന്നതുകൊണ്ട് ഒരു ദോഷവുമില്ല. പക്ഷേ കൊളുത്താതിരിക്കുന്നതാണ് നല്ലത്, കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. എന്നാൽ വീട്ടുകാർക്ക് യഥാവിധി കൃത്യമായിട്ടും വിളക്ക് കൊളുത്താവുന്നതാണ്. എന്ന് മാത്രമല്ല, ഈ ഗർഭിണിയുടെ മുറിയിലും ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് ഉത്തമമാണ് എന്നാണ് ഞാൻ പറയുന്നത്. അയ്യോ, അതെന്താണ്? അത് വളരെ മോശമല്ലേ? ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ നിലവിളക്കിൻ്റെ അകത്ത് നെയ്യൊഴിച്ച് കത്തിക്കുന്ന ഏറ്റവും ഉത്തമം. ഗർഭിണി ഇരിക്കുന്നതിൻ്റെ അടുത്ത് നെയ്യൊഴിച്ച് കത്തിക്കുന്നതാണ് ഉത്തമം. നെയ്യില്ല എങ്കിൽ എള്ളെണ്ണ ഉപയോഗിച്ച് കത്തിക്കുക. എന്തിനാണെന്നറിയാം? ഈ ഗർഭിണിക്ക് എപ്പോഴും ശുദ്ധവായു ആവശ്യമാണ്. അപ്പോൾ ഈ ഗർഭിണിയുള്ള വീടുകളിൽ ചിലപ്പം എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ദുഷിച്ച അന്തരീക്ഷമോ ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ഉത്തമമാണ് നിലവിളക്ക്. അപ്പോൾ ഈ നിലവിളക്കിനകത്ത് പശുവിൻ നെയ്യ് ഒഴിച്ചിട്ടാണ് കത്തിക്കുന്നിരിക്കട്ടെ, ഇല്ലെങ്കിൽ എള്ളെണ്ണ ഒഴിച്ച് കത്തിക്കുന്നിരിക്കട്ടെ, ആ എണ്ണയും ഈ തിരിയും ഈ വിളക്കിൻ്റെ പ്രതലമായിട്ടുള്ള ഓടും കൂടി ചൂട് പിടിക്കും. വിളക്കിൽ നെയ്യ് കത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എണ്ണ കത്തുമ്പോൾ തിരിയിലൂടെയാണല്ലോ കത്തുന്നത്. ആ സമയത്ത് എന്താവും? ഈ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കും. ഈ വിളക്കിൻ്റെ പ്രതലം ചൂട് പിടിക്കുമ്പോൾ അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും. ഈ രാസപ്രവർത്തനത്തിലൂടെ ആ ചുറ്റുവട്ടത്തിലുള്ള മുഴുവൻ തന്നെ ശ്രേഷ്ഠമായൊരു പ്രാണോർജ്ജം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചുറ്റുമുള്ള അണുക്കളെയൊക്കെ അത് നശിപ്പിക്കും. അപ്പോൾ ആ അണുക്കളെ നശിപ്പിക്കുമ്പോൾ ഈ ഗർഭിണി ഇരിക്കുന്ന മുറിയിൽ
എല്ലാ സമയത്തും വിളക്ക് കൊളുത്തി വെക്കുകയാണെങ്കിൽ എപ്പോഴും എന്തുണ്ടാവും? ശുദ്ധമായ ഒരു അന്തരീക്ഷമുണ്ടാകും. അത് ഈ പെൺകുട്ടിക്ക് നല്ല ആരോഗ്യം ഉണ്ടാക്കിയെടുക്കും, ശാരീരികമായൊരു ബുദ്ധിമുട്ടില്ലാണ്ടാക്കും. അതുകൊണ്ട് യഥാവിധി നമ്മൾ നിലവിളക്ക് ഈ പെൺകുട്ടിയുടെ മുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുന്നത് നല്ലതാണ്. പൂജാമുറി കത്തിക്കുന്ന വിളക്ക് അവിടെ നിന്നോട്ടെ, മറ്റൊരു വിളക്ക് കത്തി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് പെൺകുട്ടിക്ക് തട്ടാനോ മുട്ടാനോ പാടില്ലാത്ത വിധം അല്ലെങ്കിൽ കയ്യെത്താത്ത ദൂരത്തെ ഒരു സ്ഥലത്ത് മാറ്റി വെച്ചിട്ട് വീട് കുടുംബത്തിലെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ് ഉത്തമം. തീ പടരാതെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ശുദ്ധമായ സുരക്ഷിതമായ സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് എന്നർത്ഥം. നമ്മൾ പറഞ്ഞത് പറ്റുന്നത് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ഒരു കാരണവശാലും ഇവർക്ക് ക്ഷേത്രത്തിൽ പോകുന്നത് കൊണ്ടൊരു ദോഷവുമില്ല, വിളക്ക് കൊളുത്തുന്നത് കൊണ്ടൊരു ദോഷവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ പെൺകുട്ടിയുടെ വീട്ടിലെ ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ പോവുക വരുമൊക്കെ ചെയ്യാം. പക്ഷേ ഇവർ പോകുന്ന അവസരത്തിൽ വീട്ടിൽ ഈ കുട്ടിക്ക് സുരക്ഷിതമായ ഒരു സുരക്ഷിതത്വം ഒരുക്കാനുള്ള ആൾക്കാരുണ്ട് എന്ന് ഉറപ്പ് വരുത്തി വേണം അവർ പോകാൻ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലത്തെ നിരവധി വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, പ്രഭാഷണ വേളയിൽ പറഞ്ഞു. ഇതെല്ലാം കേൾക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇതുപോലുള്ള നിരവധി വീഡിയോസ് ഇതിനു മുമ്പുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതോടൊപ്പം മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.